അപ്പം ഞാനും വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. അത്രയും പണിയെടുക്കുകയും ചെയ്തു. 10 കൊല്ലം ഞാൻ തൃശ്ശൂർ നിന്നതിന് വേണ്ടി ജോലി എടുത്ത ആളാണ്. അത് കഴിഞ്ഞ് ആ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ മാനസികമായിട്ട് ഞാൻ തകർന്നു. പക്ഷെ എന്നിട്ടും ഞാൻ കോൺഗ്രസ്സിൽ തന്നെ തുടർന്നു. പക്ഷെ എന്നെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഒരു വിഭാഗം ആൾക്കാർ, എല്ലാ കോൺഗ്രസ്സുകാരെയും ഞാൻ കുറ്റം പറയില്ല, അവിടുത്തെ ജനങ്ങളെയും ഞാൻ കുറ്റം പറയില്ല, കാരണം ഞാൻ തൃശ്ശൂരുകാരിയാണ്. അവരെല്ലാവരും കൂടി അപമാനിക്കുക, നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരുമാതിരി കളിയാക്കിയുള്ള വർത്താനം പറയുക. അതൊരു എന്താ പറയുക, സംഘടിതമായിട്ടുള്ള, എനിക്ക് മനസ്സിലായി ഏതൊരു വിഭാഗത്തിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പലരോടും കംപ്ലൈൻറ്റ് പറഞ്ഞു, നേതൃത്വത്തിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. പക്ഷെ ആരും അത് കേട്ടില്ല. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പത്മജ വേണുഗോപാൽ എന്ത് സഹിച്ചും ഇവിടെ ചവിട്ടും കുത്തും കൊണ്ട് കിടന്നോളും. കാരണം കെ കരുണാകരൻ പാർട്ടി വിട്ട് പോയപ്പോൾ പോലും പോവാത്ത ആളാണ് ഞാൻ. അത് അത്രയും എനിക്ക് ഈ പാർട്ടിയോടൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ കുറേ നാളുകളായി, എന്നിട്ടും ഞാൻ അത് കഴിഞ്ഞൊരു 2.5-3 കൊല്ലത്തോളം ഞാൻ പിടിച്ചു നിന്നു അതിൽ. പക്ഷെ തീരെ മുന്നോട്ട് പോകാൻ പറ്റാണ്ടായി. അല്ലാണ്ട് എനിക്കൊരു സ്ഥാനം കിട്ടാനോ, കാരണം സ്ഥാനങ്ങളൊക്കെ തരും ഇവർ, സ്ഥാനങ്ങൾ തരും എന്നല്ലാണ്ട് അത് എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇവരുണ്ടാക്കി തരില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതേമാതിരി എന്തെങ്കിലും എനിക്ക് അർഹതപ്പെട്ടത് വന്നാൽ പറയും അത് കെ മുരളീധരന് കൊടുത്തു, ആങ്ങളയ്ക്കും പെങ്ങളക്കും കൊടുക്കണ്ട. നല്ല ആൾക്കാരാണ് പറയണത് ഈ പറഞ്ഞ മാതിരി. ഇവിടെ എല്ലാ കുടുംബം മൊത്തം രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ് ഇത് പറയണത്.